ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹർഷേ, ഇതെന്ത് പേപ്പറൊക്കെ ആയിട്ട് ഇരിക്കുന്നത്? എന്താ ഈ പേപ്പറിന്റെ ഒരു ഭയങ്കര സ്നേഹനിധിയായ ഒരു മനുഷ്യൻ അയച്ചൊരു സാധനമാണ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട്, ഒത്തിരി പേര് മെയിൽ അയക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ആശംസകൾ പറഞ്ഞൊക്കെ ഒത്തിരി പേര് മെയിൽ അയക്കുന്നുണ്ട്. പക്ഷെ ഇതും ഒരു മെയിലാണ്. ശരിക്കും പറഞ്ഞാൽ റോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ അയച്ച മെയിലാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്ക് മെയിൽ ഉപയോഗിക്കാനുള്ള ഫോണൊന്നും പുള്ളിയുടെ കയ്യിലില്ല. സാധാരണ ചെറിയ ഫോണാണ്, എന്താ പറയുക, കീപാഡുള്ള കുഞ്ഞു ഫോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് പുള്ളി ഒരു കത്ത് എഴുതിയിട്ട് ആ കത്തിൻ്റെ എന്താ പറയുക സ്കാൻ ചെയ്തിട്ട് വേറൊരാൾ വഴി നമുക്ക് മെയിൽ അയച്ചു തന്നേക്കാണ്. അപ്പോൾ വളരെ സന്തോഷം ചേട്ടൻ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ തിരിച്ച് ഞങ്ങൾ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ്റെ കാര്യം എടുത്തു പറയുന്നത് വെച്ചാൽ അത്രയും അദ്ദേഹം ഒരു എഫേർട്ട് എടുത്തിട്ടാണ് നമുക്കൊരു എന്താ കത്ത് അയച്ചേക്കുന്നത്. അതുകൊണ്ടാണ് റോയ് എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഇത് അയച്ചേക്കുന്നത് പത്തനംതിട്ടയിലുള്ള വടശ്ശേരിക്കര എന്നാണ് ചേട്ടൻ ഇങ്ങനെ ഒരു മെയിൽ അയച്ചേക്കുന്നത്. റോയ് ചേട്ടനൊരു നമസ്കാരം. അല്ല, അതുപോലെ ഞാൻ ഈ ലെറ്റർ നോക്കിയപ്പോൾ ഞാൻ ഈ ലെറ്റർ കണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ വേറെ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അതെന്താണ് ഹർഷ എടുക്കാത്തത്? അതൊന്നുമില്ല, എല്ലാവർക്കും ഞാൻ സ്നേഹം അറിയിച്ചിട്ടുണ്ടല്ലോ. അല്ല, അതെന്താണെന്ന് ഞാൻ പറയാം. ആ ലെറ്ററിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു ഹർഷയുടെ പാട്ട് ഈ എപ്പിസോഡിലെങ്കിലും ഉണ്ടാകുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഹർഷ അത് മനഃപൂർവ്വം അതിനങ്ങ് മുക്കിയതാണ്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിലെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഹർഷ നമുക്കൊരു പാട്ട് പാടിത്തരാന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഹർഷ തുടങ്ങിക്കോ. അതായത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പാട്ട് പാടണം എന്ന് ഇങ്ങനെ വിചാരിക്കും കേട്ടോ. പാട്ട് പാടുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരും. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ പറയും, മോളെ പാടരുത് എന്ന് പറയുന്ന ആ അശരീരി എനിക്കിവിടെ കേൾക്കും കേട്ടോ. അതോടെ നമ്മളെ പ്രോഗ്രാം ഇത് ഞാൻ പറയാം എന്താ സംഭവം എന്നുള്ളത്. ഇതൊക്കെ പറഞ്ഞ് ഹർഷ ഓരോ എപ്പിസോഡിൽ ഇങ്ങനെ പാടാന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ നാദർശിക്കയുടെ ഫസ്റ്റ് ഫിലിം പോലെ ലാസ്റ്റിൽ കിടന്നിട്ട് ഒരു പാട്ട് ഹർഷ പാടാനുണ്ട്. പുതിയ മുഖന്നുള്ള പാട്ടാണ് ഹർഷ പാടാൻ പോണത്. അതാണ് ഉദ്ദേശിച്ചിട്ടാണ് എന്റെ അമ്മ അങ്ങനെ പറയുന്നത്, മനസ്സിലായോ? ഉദ്ദേശിച്ചത് അന്നല്ല, ശരിക്കും ഹർഷ നന്നായിട്ട് പാടുന്ന ഒരാള് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഹർഷ 1-2 എപ്പിസോഡ് അങ്ങോട്ട് പോയിട്ട് നമ്മൾ വിളിക്കുന്ന ആൾക്കാരുടെ ഒക്കെ സംഭവങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് അവരൊക്കെ പാടി തീർന്നിട്ടാകുമ്പോൾ ശരിക്കും പാടേണ്ടത് അവരല്ലേ പാടി തരേണ്ടത്. എന്നാലും പക്ഷെ വന്നിരിക്കുന്ന മെയിൽ അങ്ങനെയല്ല. നിങ്ങൾ 2 ആങ്കേഴ്സിൽ ഫീമെയിൽ വോയിസ് പാട്ട് കേൾക്കണം ആഗ്രഹം ഉണ്ടെന്നൊക്കെയല്ലേ അവർ പറയണത്. എന്ത് ചെയ്യാനാ, പക്ഷെ വരണ്ടേ പുറത്തോട്ട്. കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഇനി ഹർഷായിട്ട് തന്നെ പറയും ഞാൻ പാട്ട് പാടിത്തരാന്ന് പറയും. അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ കത്തിയടിച്ചോണ്ടിരുന്നാ മതിയോ? അല്ല, എത്രയോ കോളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഒരു കോളർ ഉണ്ട്, നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ. ഇതാരാണ്? സന്ധ്യ, ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. സന്ധ്യ, ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വെറുതെ ഇരിക്കുന്നു. ആണോ? വീട്ടിലാരൊക്കെയുണ്ട് സന്ധ്യയുടെ? വീട്ടില് ഹസ്ബൻഡ് 3 കുട്ടികളും അപ്പച്ചനും അമ്മച്ചും. ആണല്ലേ? നമ്മുടെ ഈ പ്രോഗ്രാം കാണാറുണ്ടോ സന്ധ്യ? ഇല്ല സാർ, ഞാൻ ഒരാഴ്ച ബ്രേക്ക് ആയിട്ടാ കണ്ടത്. കണ്ടിന്യൂ കാണാൻ പറ്റിയ കുഞ്ഞു കുട്ടികളാണ്, ട്വിൻസാണ്, 3 വയസ്സായതേ ഉള്ളേ. അപ്പൊ എനിക്ക് അവരുടെ പുറകെയുള്ള ഓട്ടമായിരുന്നു, ഞാൻ ഇരുന്ന് കാണാറില്ല. ബൈ ചാൻസിൽ കണ്ടപ്പോൾ ഇങ്ങനെ അത് നമ്പർ കിട്ടിയപ്പോ കോണ്ടാക്ട് ചെയ്തേ ഉള്ളൂ. ശരി ശരി, ഓക്കെ ഓക്കെ. ഈ പൊതുവേ ഉണ്ടല്ലോ ഈ ട്വിൻസ് ഉള്ള മാതാപിതാക്കളോടെ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും അല്ലേ വീട്ടില് എന്നൊക്കെ പൊതുവെ എല്ലാരും പറയാറുണ്ട്. അത്ര രസമാണോ ഈ ട്വിൻസ് ആകുമ്പോഴത്തേക്കും? എന്നെ അപേക്ഷിച്ച് ഞാൻ എന്റെ ചെറുപ്പത്തിലെ തൊട്ട് ട്വിൻസ് കുട്ടികളെ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. എന്റെ ഹസ്ബൻഡ് അങ്ങനെ തന്നെയായിരുന്നു. ചേട്ടനും ഇഷ്ടം ഇരട്ട കുട്ടികൾ ഉണ്ടാകാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങള് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അടിച്ചു പൊളിക്കുകയാണ് എല്ലാരും ഇവിടെ വീട്ടില്. തീർച്ചയായിട്ടും. ചേട്ടൻ എന്ത് ചെയ്യാണ്? ചേട്ടന് ഞങ്ങൾ സാധാരണക്കാരാണ്. പുള്ളിക്കാരന്റെ വെളിച്ചെണ്ണയുടെ ബിസിനസ് ആയിരുന്നു, സപ്ലൈ ആയിരുന്നു. അപ്പൊ ഇടുക്കി ജില്ല സപ്ലൈ ചെയ്തോണ്ടിരുന്ന ശുദ്ധി ബ്രാൻഡിന്റെ. അത് ഇച്ചിരി ഡിലേ വന്നേക്കും, ഇതൊക്കെ ആയി കാരണം ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടല്ലേ. അതെ. ഇപ്പൊ സന്ധ്യ പാട്ടൊക്കെ പാടുന്ന ആളാണോ? പാട്ട് പാടാറുണ്ടെന്നേ ഉള്ളൂ, പാട്ട് പഠിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച സ്വാഭാവികമായിട്ട് പാടാനുള്ളൊരു ഇത് കൊണ്ട് തന്നെ ആഗ്രഹം കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? പാട്ടിനോട് ഒത്തിരി ഇഷ്ടമാണ്. പാട്ട് എപ്പോഴും ഞാൻ എന്റെ കൂടെ കൊണ്ടുനടക്കുന്ന ആളാണ്. സന്തോഷത്തിലും സങ്കടത്തിലും ആവശ്യങ്ങളിൽ എപ്പോഴും ഞാൻ പാട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അത് നല്ലൊരു ക്വാളിറ്റിയും കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്കിപ്പോ നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ സന്ധ്യ ഒരു സന്തോഷകരമായ ഒരു പാട്ട് പാടിക്കേ. പകരും ദുഃഖങ്ങൾ തന്നത് നിങ്ങളാണ്,
മാളോരേ നിങ്ങളുടെ പുഞ്ചിരിപ്പൂവേ ഞങ്ങളുടെ കണ്ണുനീരാണ് നിങ്ങളുടെ പുഞ്ചിരിപ്പൂവേ ഞങ്ങളുടെ കണ്ണുനീരാണ് വിധിയുടെ തീർന്നേങ്ങനോറും തലോടലാൽ നീ വന്നിടുമോ നീലനിലാവേ നീ കേഴുകയാണോ നീറുകയാണോ നിന്നെഞ്ചലമെന്നും ഒയ്യോ ഇത് കണ്ട അല്ല ഇനി ഒരാളോടും എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറയരുത് കേട്ടോ. എന്താ നല്ല കിടിലനായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. അല്ല നല്ല പാട്ടായിരുന്നു കേട്ടാ, നല്ല ഫീൽ ചെയ്തു, നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു ഈ പാട്ട്. ഇത് ഞാൻ അതാണ് ഹർഷയുടെ അടുത്ത് പറഞ്ഞത്, ഇത് കണ്ടോന്ന് രോമാഞ്ചം വന്ന് കയ്യിലൊക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം നമുക്ക് എന്തായാലും. ഓക്കെ നോക്കാം. ആ നമ്മളിവിടെ ചെയ്യാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു പാട്ടിന്റെ അനുപല്ലവിയാണ് നമ്മൾ സന്ധ്യക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. അതെ, ഓക്കെ അതിന്റെ പല്ലവി പാടിത്തരണം. പാടിത്തരണം. ട്രൈ ചെയ്യാം. എളുപ്പമുള്ള പാട്ടാണ്. ഓക്കെ ഇത് ജഡ്ജ് ചെയ്യുന്നത് ഹർഷയാണ്. ഓക്കെ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്യും ഹർഷ. പിന്നെ ഞാൻ ഭയങ്കര കോംപ്രമൈസാ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഓക്കെ ഓക്കെ ശരി കേട്ടോ. ആ വിജനതയിൽ പാതി വഴി തുന്നു. അതല്ലേ അത് തന്നെ അതന്നെ പാട്ട്. അതന്നെയാണ്, പാടിക്കോ. എനിക്ക് വരികൾ അറിയില്ല, ട്യൂൺ മാത്രമേ മനസ്സിൽ കിടപ്പുള്ളൂ. അയ്യോ നീറുകയോടുന്നു ആരുമറിയാ പക്ഷെ നമ്മളിപ്പോ കൺഫ്യൂഷൻ ആയിരിക്കാന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതാ. നമ്മുടെ ഫോർമാറ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ലൈൻസ് രണ്ട് വരിയെങ്കിലും പാടണം. പക്ഷെ ഇതിപ്പോ പാട്ട് ഏതാണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ ആള് പാടുകയും ചെയ്തു, പക്ഷെ ഇടയ്ക്കൊക്കെ വരികളില്ല. അത് അക്കടി പറ്റി എനിക്ക് കിട്ടിയതല്ലേ, അതുകൊണ്ട് ഇനി കണ്ടിന്യൂ ചെയ്യുമ്പോ അറിയാം എങ്ങനെ വരുന്നു. അല്ല അപ്പൊ നമ്മൾ അതാണ് ഞാൻ ഹർഷയുടെ അടുത്ത് പറഞ്ഞത്, നമ്മൾ ഇപ്പൊ ഈ കോളറിന് നമുക്ക് സമ്മാനം കൊടുക്കാതിരിക്കാനും പറ്റൂല. ഇരിക്കാതിരിക്കാനും വയ്യ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സമ്മാനം ഉണ്ടെന്ന് പോലും അറിഞ്ഞിട്ട് വിളിച്ച ആളല്ല ഞാൻ. പക്ഷെ എന്തായാലും അപ്പൊ പ്രതീക്ഷിക്കാതെ എന്തായാലും ഒരു സമ്മാനം കിട്ടിയിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ. ആണോ? ഓ താങ്ക് യു. അപ്പം ഇത് ജഡ്ജ് ചെയ്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർഷ എന്നെ സമ്മാനം കൊടുത്തോളൂ. സമ്മാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 GB നെറ്റ് പാക്ക് ആണ് സമ്മാനം. അതിന്റെ കൂടെ തന്നെ വേറൊരു സമ്മാനം കൂടി ഉണ്ട്, അത് ചേട്ടനാണ് തരുന്നത്. നമ്മൾ രണ്ടുപേരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമ്മാനങ്ങൾ ഷെയർ ചെയ്യണം. അപ്പൊ എന്തായാലും ഇത് കൂടാതെ തന്നെ എന്തായാലും നമ്മുടെ സന്ധ്യക്ക്, ഇത്രയും നല്ല പാട്ട് പാടി തന്ന സന്ധ്യക്ക് ഫോർവിഷ് മാട്രസിന്റെ നല്ലൊരു സമ്മാനം കൂടെ ഉണ്ട്. അതെന്തായാലും വീട്ടിലോട്ട് എത്തിക്കോളും. അപ്പൊ 2 സമ്മാനങ്ങളാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. നല്ല കിടലായിട്ട് പാടുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ പാട്ട് തന്നെ കാണാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ? ഈ പാട്ട് എനിക്ക് ചിത്രചേച്ചിയുടെ പാട്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ശ്വേതയുടെ പാട്ട് ഇപ്പൊ പാടി ശ്രേയ ഘോഷാലിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും നല്ല പാട്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു നന്ദിയും. പിന്നെ അതുകൂടാതെ ഈ പാട്ടിന് എനിക്ക് വല്ലാതെ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല ഡെഡിക്കേഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി. സമ്മാനങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ ഇടുക്കിയിൽ നിന്ന് സന്ധ്യയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സന്ധ്യ നല്ല കിടിലനായിട്ട് പാടിയിട്ട് ആകെ ഒരു എന്താ പറയാ, വേറെ ഏതോ ലോകത്ത് എത്തിപ്പോയ ഒരു അവസ്ഥയിലാണ്. ആള് പഠിച്ചിട്ടൊന്നുമില്ല പാട്ട്, പക്ഷെ നല്ല കിടിലനായിട്ട് പാടി തന്നിട്ടുണ്ട്. അപ്പം സന്ധ്യ പറഞ്ഞതുപോലെ തന്നെ സന്ധ്യക്ക് ഇഷ്ടമുള്ള, സന്ധ്യനെ സ്നേഹിക്കുന്ന, സന്ധ്യ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഒപ്പം ഒരാൾക്കും കൂടി ഉണ്ട്, നമ്മുടെ ഈ ലെറ്റർ എഴുതിയുള്ള റോയ് ചേട്ടനും കൂടിയാണ് ഈ പാട്ട്. പിന്നെ സന്ധ്യ പറഞ്ഞ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ചിത്ര ചേച്ചിക്കും ശ്രേയ ഘോഷൽ. അതെ അതെ, അപ്പൊ ഒന്നല്ല രണ്ടുപേരുണ്ട്. ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് കണ്ടിട്ട് തിരിച്ചു തരാം.
അപ്പോൾ എന്തായാലും ശ്രേയ ഘോഷൽ പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മൾ കണ്ടത്. നമ്മൾ സന്ധ്യയ്ക്കും സന്ധ്യയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു ഈ സോങ്സ് സന്ധ്യ ഡെഡിക്കേറ്റ് ചെയ്തത്. അതിന്റെ കൂടെ തന്നെ ഈ റോയ് എന്ന് പറഞ്ഞ ചേട്ടന്, അതുപോലെ തന്നെ ശ്രേയ ഘോഷാലിന്, അതുപോലെ ചിത്ര ചേച്ചി, ഇത്രയും പേർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ നമ്മൾ ഇപ്പൊ കണ്ട ആ സിനിമയിലെ പാട്ടെന്ന് വെച്ചാൽ ആ സിനിമയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. കാരണം കൃഷിയെ കുറിച്ചിട്ടും അതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ഞാൻ ഹർഷയുടെ അടുത്ത് ചോദിക്കുന്നത്, ചോദിക്കൂ, ഈ സിനിമയിൽ കണ്ടതുപോലെ ഹർഷയ്ക്ക് എന്തെങ്കിലും ഈ കൃഷി അങ്ങനെയൊക്കെ ഹർഷ ചെയ്തിട്ടുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആരും തള്ളാണെന്ന് വിചാരിക്കരുത്, സത്യസന്ധമായ കാര്യമാണ്. എനിക്ക് അല്ലല്ല ശരിക്കും ഞാൻ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ നിറച്ചും ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഞാനും അച്ഛനും അമ്മയും സ്ഥിരം ഭയങ്കരമായിട്ട് ചെടി നടും, കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ അമ്മയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ, ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക കൃഷിത്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചെറുതായിട്ട് പച്ചമുളകും തക്കാളിയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമയം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല പച്ചക്കറികൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും അല്ലേ? ഇതൊക്കെ പറയുന്നത് വീട്ടിൽ വല്ല പച്ചക്കറി അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ ഹർഷ പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അല്ലേ പറഞ്ഞത്. എന്തായാലും ആന്റിയുടെ അടുത്ത് വിളിച്ച് ചോദിക്കണം. പിന്നെ എന്തിനാ ഹർഷയുടെ വീട്ടിലും നമുക്ക് പോയി നോക്കാം കേട്ടോ, എത്ര പച്ചക്കറിയൊക്കെ ഉണ്ടെന്നുള്ളത്. മതിയെങ്കിൽ നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ? അപ്പൊ എന്തായാലും അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്? നമസ്കാരം, എൻ്റെ പേര് രതീഷ്. രതീഷ്. അതെ. സുരേഷ് എവിടെ? സുരേഷ്. രതീഷ് എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ആലപ്പുഴന്ന് ആറാട്ടുപുഴ എന്ന് പറയും. ആലപ്പുഴയില് ആറാട്ടുപുഴ കോസ്റ്റൽ ഏരിയ ആണ്. ആണല്ലേ? ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ? ലോക്ക്ഡൌൺ ആയിട്ട് ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനാ. നാളെ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇനി അത് കഴിഞ്ഞ് വാല്യുവേഷൻ ക്യാമ്പിലേക്ക് പോകണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ മനസ്സിൽ പ്രണയമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണോ? കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മള് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെ അതെ, നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് പോയാലോ? തീർച്ചയായിട്ടും പോകാം. അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാട്ടിന്റെ BGM ആണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഈ പാട്ട് ഏതാണെന്ന് ഗസ് ചെയ്യണം, പാട്ട് പാടിത്തരണം. അതാണ് ഗെയിം. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് പാട്ട് കേട്ടാലോ? കേൾക്കാം. അല്ല 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 അല്ല, ഹലോ, അതിന്റെ ഹിന്ദി ഹിന്ദി നമുക്ക് ഒറിജിനൽ വേർഷൻ ആണ് വേണ്ടത്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല, ഒറിജിനൽ മതി. സംഭവം ക്ലിക്കായി. പക്ഷേ നമുക്ക് ഹിന്ദിയാണ് വേണ്ടത്, ഹിന്ദി പാട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്നെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. തുമ്മില്ല, ഹമ്മുണ്ട്, തുമ്മില്ല. എന്താണേലും വിട്ടേരെ, അറിയില്ല. അയ്യോ, അങ്ങനെ നമ്മുടെ ഈ ഗെയിമിൽ പങ്കെടുത്ത സമ്മാനമൊക്കെ ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്യൂ. കിട്ടുന്നില്ല. അപ്പൊ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ എന്തായാലും പ്രോഗ്രാമിൽ പങ്കെടുത്തല്ലോ. നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. ഓക്കെ, ശരി. ഇത്ര എളുപ്പമുള്ള ഒരു നമ്മൾ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ചോദിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് ടെൻഷൻ ആയിട്ട് പെട്ടെന്ന് കോള് കയറി വന്നു. കുഴപ്പമില്ല, എന്തായാലും സാരമില്ല, പോട്ടെ കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും പങ്കെടുത്തു. ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു നല്ല പാട്ട് പാടി തന്നു. അപ്പൊ ഞങ്ങൾ അതിന് എല്ലാവിധ നന്ദിയും അറിയിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും സ്കൂൾ ജീവിതവും പിള്ളേരൊക്കെ ആയിട്ടുള്ള ഗുസ്തി പിടുത്തൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ഇനിയും നടന്നു പോട്ടെ കേട്ടോ. എന്തായാലും നമ്മൾ ഇതിൽ വിളിച്ചിട്ടേ നമുക്ക് എന്തായാലും സമ്മാനം കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല. അപ്പൊ ഈ സോങ്സ് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? എന്റെ എല്ലാ സ്റ്റുഡൻസിനും കിടക്കട്ടെ. ആയിക്കോട്ടെ. അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും ഏത് സ്കൂളാന്നാ പറഞ്ഞേ? ഞാൻ കൊല്ലം ഗവൺമെന്റ് VHS. ഓക്കെ, ശരി. അപ്പൊ അവിടുത്തെ എല്ലാ കുട്ടികൾക്കും വേണ്ടിട്ട് നമുക്ക് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ശരി ചേട്ടാ, ഇനിയും വിളിക്കാം. ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആലപ്പുഴയിൽ നിന്ന് രതീഷ് സാറായിരുന്നു. അപ്പൊ രതീഷ് സാറ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് രതീഷ് സാറിന്റെ എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു. മുഹബത്തേൻ എന്ന് പറഞ്ഞ സിനിമയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു കണ്ടത്. ഷാറൂഖ് ഖാനും അതുപോലെ സ്റ്റുഡൻസും ആയിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പൊ അതുപോലെ നമ്മളെ വിളിച്ചിരുന്ന കോളർ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് രതീഷ് സാറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. രതീഷ് സാറിന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട്. പിന്നെ ഈ പാട്ട്, ഈ സിനിമ എന്ന് പറയുന്ന ഫുൾ ഓൺ ലവ് സ്റ്റോറി, പ്രണയം. അപ്പൊ ഇത് പറയുമ്പോഴും നമ്മൾ ഈ പാട്ട് ഇട്ടുകൊടുത്ത ശേഷം
ഞാൻ ആദ്യം ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ജെൻസ് ഫസ്റ്റ് എന്നാണ് സാധാരണ എല്ലാരും പറയണത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ആരത് പറഞ്ഞു? ഹർഷയുടെ പ്രണയത്തിനെ കുറിച്ചിട്ട് ഹർഷ ഒന്ന് പറ. അതായത് പറഞ്ഞോ? എന്റെ പാട്ട് പാടുന്നത് പോലെ തന്നെ ഇത് നീണ്ടു നീണ്ട് പോകും. അല്ല, പ്രണയത്തിനെ കുറിച്ച് പറഞ്ഞോ? പറയണോ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞോ. അതായത് അന്നൊരു വെളുപ്പാൻ കാലത്തായിരുന്നു ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ഒന്നുമില്ല, നല്ല പ്രണയമായിരുന്നു, ഇപ്പോഴും നല്ല പ്രണയമാണ്. ഈ ലോകത്തിനോട് എല്ലാത്തിനോടും എനിക്ക് പ്രണയമാണ്. എങ്ങനെയുണ്ട്? കൊള്ളാലോ. കൊള്ളാം. ഇത് മറ്റേ നമ്മുടെ പാട്ട് പോലെ തന്നെ പുതിയ മുഖത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഇനി എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട്, നമുക്ക് വരുന്ന മെയിലൊക്കെ ഈ സാധനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, ഒരു ദിവസം നമുക്ക് പിടിക്കാം. വിട്ടേക്ക്, നമുക്ക് അടുത്ത കോളറുണ്ട്, കോളറിനോട് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? എന്റെ പേര് ആർഷ. ആർഷ. ഓക്കെ ഓക്കെ. ആർഷ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ പഴമുക്കിന്നാണ്. പേയാട്, തിരുവനന്തപുരം പേയാടുന്നല്ലേ? ആർഷ എന്ത് ചെയ്യുവാണ്? ഞാൻ ഇനി 9th. ഇനി 9th അല്ലേ? ഓക്കെ ഓക്കെ. ആർഷയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ, പിന്നെ അപ്പൂപ്പനും അമ്മമ്മയും. അപ്പൂപ്പനും അമ്മൂമ്മയും അല്ലേ? ഈ ആർഷ സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്കൊക്കെ അല്ല കൂട്ടുകാർക്കൊക്കെ പാട്ടൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാമിലുള്ള ആൾക്കാർക്ക്, ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്ക് ഒരു പാട്ട് പാടാമല്ലോ അല്ലേ? ഹർഷയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഹർഷയ്ക്ക് പാട്ട് പാടിക്കൊടുക്കും. അയ്യോന്നോ, ഒരു കുഞ്ഞു പാട്ട് പാടി താന്ന്. മാറത്തോടുക്കാനിന്നോളം തണലെല്ലാം വീണായിക്കൊണ്ടേ മാനത്തോളം മഴവില്ലായി വളരണം. വളരെ നന്നായിട്ട് പാടി കേട്ടോ. നമ്മൾ പാടാൻ പറഞ്ഞപ്പോ ആദ്യം അയ്യോ ഗെയിമിലോട്ട് പോയല്ലോ. നമ്മുടെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ ഒരു സോങ്ങിന്റെ അനുപല്ലവി പ്ലേ ചെയ്ത് തരും. അതിന്റെ പല്ലവിയാണ് നമുക്ക് പാടി തരേണ്ടത്. ഹർഷയുടെ ഫേവറേറ്റ് സോങ് ആണ്. അപ്പൊ ഹർഷയാണ് അത് പ്ലേ ചെയ്യണം. പ്ലേ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അനുപല്ലവി വരട്ടെ. தென்றல் என்னை தீண்டினான் சேலை தீண்டும் ஞாபகம் சின்ன பூக்கள் பார்க்கையில் தேகம் பார்த்த ஞாபகம் வெள்ளி ஓடை பேசினால் சொன்ன வார்த்தை ஞாபகம் மேகம் ரெண்டு சேர்கையில் மோகம் கொண்ட ஞாபகம். കേട്ടോ? പാട്ട് ഏതാന്ന് മനസ്സിലായോ? പാട്ട് ഏതാന്ന് കറക്റ്റായിട്ട് മനസ്സിലായി. ചുമ്മാ ഒന്ന് കറക്കി കുത്താം. കറക്കി കുത്തൊന്ന് പാടിക്കോളൂ. കറക്കി കുത്തി പാടിക്കോളൂ. പാടി വരും. അതാണോ? ഈശ്വര, അതാണോ പാട്ട്? ഏത്? അല്ല, അവിടെ ആരുടെ ചോദിക്കണത്? ഞാൻ അടുത്ത കറക്കി കുത്തൽ നടത്ത്. ഇതങ്ങ് വിട്ടേക്ക് കിട്ടുന്നില്ല. ഈ NEC പാടി വരുന്ന പാടി തന്നതാരാണ്? അവിടുന്ന് പറഞ്ഞു തന്നതാരാണ്? അമ്മ. ഈ പാട്ട് കേട്ടിട്ട് അമ്മ അതാണോ പറഞ്ഞു തന്നേ? അയ്യോ, അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് ആശ. അമ്മയുടെ അടുത്ത് പറയണം നല്ലൊരു സ്പെഷ്യൽ സമ്മാനം നമ്മൾ ബീറ്റ് ബഫിന്റെ വക തരുന്നുണ്ടെന്ന് പറഞ്ഞേക്കണേ. അല്ല കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടാലോ. ഇതിന്റെ ആൻസർ നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും അമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കണേ. ശരി, കേൾക്കാം. കണ്ണീർ വഴിയുതടി കണ്ണീർ കാതൽ രോജാവി എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണീർ. കേട്ടോ? ഹലോ, എന്റെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. കൊള്ളാം. അമ്മ ഉണ്ടോ അവിടെ അടുത്ത്?
അമ്മ അടുത്തുണ്ടോ? അമ്മ ജീവനം കൊണ്ട് ഓടി ഓടി. കേട്ടോ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ ആശ. അപ്പൊ ആശ ഈ പാട്ട് എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാട്ട് നമ്മളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഹർഷയുടെ അമ്മയ്ക്ക് ഈ പാട്ട് കാണാൻ ആശ വേണ്ടി. ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ കേട്ടോ. ഞങ്ങൾ ഈ പാട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അമ്മയുടെ അടുത്ത് കാണാൻ പറയണം കേട്ടോ പാട്ട്. ഓക്കെ ബൈ. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് റോജ എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പേയാടുള്ള തിരുവനന്തപുരം പേയാടുള്ള ആർച്ചയുടെ അമ്മയായ ആശ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. എന്താണ് കാര്യം എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് പാട്ട് കണ്ട് തിരിച്ചു വരാം. റോജ എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോങ് ഒക്കെ നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. ഈ ഹർഷ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ സോങ് റിലീസായത്. 8ലാണോ അല്ല 10ലായിരുന്നോ? ചേട്ടൻ LKG ഞാൻ LKG-ലായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്കത് വലുത് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇങ്ങോട്ട് യൂട്യൂബിലേക്ക് നോക്കിയിട്ടാണ് ഈ പാട്ട് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത്. അതെ അതെ അതെ. റോജയിലെ വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴുണ്ടല്ലോ, ഇന്ന് ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ ഞാനൊരു കാര്യം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒന്ന് നോക്കിയേ, നാരങ്ങ മുട്ടായി പോലെ ഇല്ലേ? അത് നേരത്തെ വിചാരിക്കണം കേട്ടോ. ഓറഞ്ചും മഞ്ഞയും നാരങ്ങ മുട്ടായി. നാരങ്ങ മുട്ടായി അല്ല, മറ്റേ പോപ്പിൻസിലും അങ്ങനെ തന്നെയല്ലേ കളർ വരുന്നത്. അതാണ്. അപ്പൊ എന്തായാലും ഈ കഥയൊക്കെ അടുത്ത ആഴ്ച ഇതുപോലുള്ള പല പല കഥകൾ കേൾക്കാനുണ്ട്, പല പല കഥകൾ പറയാനുണ്ട്. അപ്പൊ ഹർഷ നമ്മുടെ മെയിൽ ഐഡിയും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അതെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്നേഹം മെയിലായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. ഞങ്ങളുടെ മെയിൽ ID ഇതാണ് beatbuffjh@gmail.com എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തോട്ടേക്ക് മെയിലൊക്കെ അയക്കുക. നിങ്ങളുടെ സ്നേഹം ഞങ്ങളിലേക്ക് പറന്ന് എത്തട്ടെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഡെഡിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ അയക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് എനിക്കൊന്ന് ഒരുപാട് സമയമായി കേട്ടോ. കത്തി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കത്തിയായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ട് കത്തിയായിരുന്നു. ഹർഷയുടെ പുതിയ മുഖം തൊട്ട് ലാസ്റ്റിൽ വരെ നമ്മുടെ വരെ ഉള്ള കത്തിയുണ്ട്. അതാണ്. അപ്പൊ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, ഒരുപാട് നല്ല നല്ല കോളേഴ്സിനൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.